നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത്ത് ദീപ്ഖയുടെ ആഹ്വാനപ്രകാരം പാർട്ടികളെല്ലാം തന്നെ ദില്ലിയിൽ ഒത്തുചേരുകയും ജന്തർ മന്തർ എന്ന സ്ഥലത്ത് ഒത്തുചേരുകയും സൻസദ് മാർച്ച് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിമുടി കറപ്റ്റഡായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരെ നാളിതുവരെ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികളും ചെറുവിരൽ അനക്കിയിരുന്നില്ല. 1957 എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനം PSCക്ക് പൊതുപരീക്ഷ നടത്തി PSCക്ക് വിടുക എന്നത് EMS നമ്പൂതിരിപ്പാടിൻ്റെ മിനിസ്ട്രിയാണ് തീരുമാനിച്ചത്. അന്ന് തന്നെ അതിന് പണി കിട്ടുകയും പിന്നീട് ഒരിക്കൽ പോലും CPMൻ്റെ അല്ലെങ്കിൽ CPM ലെഡ് മിനിസ്ട്രിയുടെ ഒരു വിഷയമേ ഇതായിരുന്നില്ല. അധികാര രാഷ്ട്രീയം, അധികാരം നിലനിർത്താൻ വേണ്ടി സൗകര്യപൂർവം ഈ ആ ഒരു മേഖല അല്ലെങ്കിൽ ആ വലിയൊരു തെറ്റ്, ജനാധിപത്യ വിരുദ്ധത CPM കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹം വികലമായി. മോന്തായം വളഞ്ഞാൽ പിന്നെ എല്ലാം വളയുമല്ലോ. കാരണം അനർഹരാണ് നമ്മുടെ നാട്ടിലെ അധ്യാപകരെല്ലാം തന്നെ. ഇത് ഞാൻ ഇത്ര നാളും കരുതിയത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വായിച്ചറിഞ്ഞപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞു, ഗുജറാത്തിൽ നടക്കുന്നുണ്ട്, ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ അവിടെ അധ്യാപക നിയമനത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ മാനേജ്മെൻറ്റിന് തന്നെയാണ്. കേരള എഡ്യൂക്കേഷൻ റൂളിലും അധ്യാപക നിയമനം മാനേജറിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ഈ മാനേജ്മെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു. ശമ്പളം വളരെ കൂടുതലായി ശമ്പളത്തിൻ്റെ തോതനുസരിച്ച് മാനേജർ നിയമനത്തിന് കാശ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയും തികഞ്ഞൊരു ജനാധിപത്യ വിരുദ്ധത കണ്ടില്ലെന്ന് നടിക്കുന്ന വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾക്ക് ഈ നീറ്റ് പരീക്ഷയുടെ സുതാര്യതയില്ലായ്മയെക്കുറിച്ചും അവിടെ നടന്ന അഴിമതിയെക്കുറിച്ച് പരീക്ഷാ പേപ്പറുടെ ചോർച്ചകളെക്കുറിച്ചും പരീക്ഷാ ചോർച്ചകളെക്കുറിച്ചും മറ്റ് വിദ്യാഭ്യാസ മേഖല മറ്റ് അഴിമതികളെക്കുറിച്ചൊന്നും പറയാനും അതിനെതിരെ പ്രതിഷേധിക്കാനും യാതൊരു വക അർഹതയുമില്ല. അവർ അതിന് മെനക്കെടുകയുമില്ല. കാരണം അധികാര രാഷ്ട്രീയത്തിൽ മാത്രം കണ്ണുവെച്ചിരിക്കുന്നവർക്ക് 1-2 ദിവസം ഒരു പ്രതിഷേധത്തിന് നേരെ ഉണ്ടാവുള്ളൂ. പിന്നീട് അവർക്ക് പാർലമെൻ്ററി വ്യാമോഹങ്ങളുമായി പോകുന്നവർക്ക് അവർക്ക് അവരുടെ പണികളായിട്ട് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ പൊതുജനം സംഘടിക്കുകയാണ്. ആദ്യം അത് എഴുതിയ കുട്ടികൾ മാത്രം കുട്ടികൾ സംഘടിച്ച് ഒരു ചെറിയ ഒരു പരിഹാസ ഗ്രൂപ്പായി ഫോം ചെയ്താണ് ഇത്രയും ശക്തമായി ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതിലെ നെഗ്ലിജബിൾ എന്ന് പറഞ്ഞ് ഈ അവഗണിച്ചതിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ അവരാവശ്യപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞതൊന്നും തങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. കള്ളത്തരം ചെയ്തവർക്കെതിരെയൊക്കെ കടുത്ത നിലപാടൊക്കെ എടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഒന്നുകിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലാതായിരിക്കും. അപ്പോൾ കഴിവുകെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് വേണ്ട, അദ്ദേഹത്തിൻ്റെ രാജിയിൽ കുറഞ്ഞതൊന്നും നമുക്ക് വേണ്ട എന്ന് ഒരവസ്ഥയിലെത്തി. അപ്പോൾ ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ഈ വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിയും പിൻവാതിൽ നിയമനവും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടകളിലൂടെ വിദ്യാർത്ഥികളെ അഡ്മിഷൻ കൊടുക്കുന്നതും ഒന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതൊക്കെ കണ്ടില്ല എന്ന് കാലാകാലങ്ങളിൽ നടക്കി എല്ലാവർക്കും ന്യൂനപക്ഷങ്ങളാണ് വിദ്യാലയങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. കൂടുതലും ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രീണനം. ഇടതുപക്ഷ മന്ത്രിമാരും വന്ന് മാനേജ്മെൻറ്റിനെ പ്രീണിപ്പിച്ച് ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഈ പ്രാവശ്യത്ത് നമ്മുടെ രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ഭാഷയാണ്, ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഫണ്ട് കൊടുക്കുന്നേക്കാൾ മുന്നേ എയ്ഡഡ് മേഖലയിൽ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാണവും മാനവും ഉണ്ടോ അതൊക്കെ പറയാനായിട്ട്? ഒരു ഉളുപ്പില്ലാതെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
അവരാണിപ്പോൾ അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു സമരം നടത്തി പൊതു അധ്യാപക നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ വിട്ടുകൊടുക്കാൻ സമരം നടത്താതെയും ഭരിക്കുന്ന സമയത്തും അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം ഭരണമാണ്, പാർലമെൻ്ററി വ്യാമോഹമാണ്, ഭരണം കിട്ടും. ഒരു ജനകീയ സമരങ്ങളിലൊന്നും CPM ഒക്കെ വിട്ടു നിന്നിട്ട് എത്ര കാലമായി. അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമില്ല. ഇന്ന് പുതിയ പിള്ളേർ വന്നപ്പോൾ അതിനെ ഓശാന പാടാൻ വേണ്ടി നടക്കുന്നുണ്ട്. അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുക. കാരണം അവർക്ക് അജണ്ടകളായിട്ട് അവർ പോയി, ആംബിഷ്യസ് ആയിട്ട് പോയിരുന്നു. വാലറ്റ് നിറയ്ക്കലായിരുന്നു പല വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികളിലൊക്കെ ലക്ഷ്യം മാത്രം. അവരുടെ മോട്ടീവ് അത് മാത്രമായിരുന്നു. ഒന്നും ബഹുദൂരം മുന്നോട്ട് പോവില്ല. കാലം തന്നെ കണക്ക് ചോദിക്കുന്നു, പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിൻ്റെ കണക്ക് ചോദിക്കുന്നു. ഒരു ട്രാൻസിഷൻ ചേഞ്ചാണ്, ഒന്നും മാറ്റങ്ങളില്ലാതെ തരമില്ല എന്നൊരവസ്ഥ വന്നിരിക്കുന്നത് കൊണ്ട് പുതിയ തലമുറ ഇറങ്ങിയപ്പോൾ ഇഗ്നോർ ചെയ്തു. ഇതൊക്കെ എവിടത്തോളം പോകുമെന്ന ചിന്തയുണ്ടായിരുന്നു. കൈവിട്ടുപോയി. ഇപ്പോൾ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടോ എന്നും കൂടി സംശയമുണ്ട്. സമരം വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പോയി ഈ മോദി വിരുദ്ധതയിലേക്ക് ഭരണവിരുദ്ധതയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് ആ വിദ്യാഭ്യാസ മന്ത്രിയെ വകുപ്പെന്ന് മാറ്റി ഒത്തുതീർപ്പാക്കാവുന്ന ഒരു പ്രശ്നം ഇന്ന് ഒരു വോൾക്കാനോ പോലെ ഇറപ്റ്റ് ചെയ്തു, അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. നാനാഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു. അതുപോലെ തന്നെ സോനം വാങ്ചുക്കിനെ പോലെ ഇത്രയും പ്രഗത്ഭന ഒരാൾ വിദ്യാർത്ഥികളുടെ ഭാവിയിട്ട് തട്ടിക്കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 21 ദിവസം നിരാഹാരം കിടന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെയധികം വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തിന് സർഫത്ത് ജംഗ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ചും ഇന്ന് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം നിരാഹാരം തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ അത്രയ്ക്കും കഴിവുള്ളൊരു മനുഷ്യനെ ഒരു പിന്തുണയോടുകൂടി നടക്കുമ്പോൾ കർഷകരടക്കം പഞ്ചാബിൽ നിന്നും പിന്നെ ഹരിയാനയിൽ നിന്ന് വിദ്യാർത്ഥികളും ഐക്യപ്പെട്ടുകൊണ്ട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് പലരും വരികയാണ്. സമരം ഒരു വൻതോതിലായിട്ട് പോകുന്നത്. ഇതിൽ ഒരു BJPക്ക് അന്തസ്സായിട്ട് ആ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ചാൽ വായടപ്പിക്കാമായിരുന്നു. പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോവുകയാണ്. ഇനി അത് പറയും. ഒരു വിമർശനം വരുമ്പോൾ അതിനെ വായടപ്പിക്കാൻ വേണ്ടി ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്നു. ഫോറിൻ ഫണ്ടൊക്കെ വന്നിരിക്കും. കാരണം ഒരു സമരമാണല്ലോ. അത്തരൊരു അവസ്ഥ അഴിമതിക്കെതിരെയാണല്ലോ സമരം ചെയ്തത്. അത്തരൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ. വകുപ്പ് തലവൻ കഴിവുകെട്ടവനാണ്, അയാൾക്ക് അതിൽ പങ്കുണ്ടോ എന്നുള്ളതല്ല, കഴിവുകെട്ടവനാണെന്ന് മനസ്സിലാക്കി നിമിഷം തന്നെ കുറച്ച് നാളത്തേക്ക് പുറത്ത് നിർത്തുക. ആളുകളുടെ കണ്ണിൽ പൊടി ഒഴിപ്പിക്കാൻ ആരെയും പേടിയില്ലെങ്കിൽ പെരയുടെ തൂണിനെങ്കിലും പേടിക്കണമല്ലോ. ഇത് ജനാധിപത്യ സമൂഹമല്ലേ. ഒരു ടീച്ചർക്ക് ഇപ്പോൾ ഒരു പ്രിൻസിപ്പളിനോ ഒരു അധ്യാപികയാണ്, അവിടെ കോപ്പിയടിയോ മറ്റോ പിടിച്ചു പേപ്പർ ചോർച്ച നടന്നു വെച്ചെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യില്ലേ? കുറച്ച് നാൾ ഡിസ്മിസ് ചെയ്യുക, എന്തൊക്കെ ചെയ്യും. അതുപോലെ ഇയാളെ ഒന്ന് മാറ്റി നിർത്താമായിരുന്നു. അത് ചെയ്തില്ല. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഫ്ലെയർഡ് അപ്പ്, കത്തിപ്പടർന്നു. അപ്പോൾ ഇനി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തലവേദനയാണ്. ഈ വിദ്യാഭ്യാസ മേഖല സമൂഹം വികലമാവാനുള്ള കാരണം തന്നെ അധ്യാപകർ, നല്ല റോൾ മോഡൽസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് സൊസൈറ്റി നഷ്ടപ്പെട്ടു. പൊളിറ്റിക്കൽ ലീഡേഴ്സും അതേസമയം തന്നെ അധ്യാപകരും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സ്റ്റഫില്ലാത്ത അധ്യാപകർ ഒരു പാഠപുസ്തകം കൊടുത്തിട്ട് അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം പഠിപ്പിക്കുക എന്നല്ലാതെ ദാർശനികമായിട്ടുള്ള ഒരു റിഫൈൻമെൻ്റ് ഒന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കൂടുതലും മിഡിൽ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. അവർക്ക് ദാർശനികമായിട്ട് കുട്ടികൾക്ക് ഒരു റിഫൈൻമെൻറ്റ് കൊടുക്കാനോ അവരെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് തേച്ചു മിനുക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം അതിനുള്ള യോഗ്യതയുള്ള ഒരു കരിക്കുലം, ഈ PSC ഒരു കരിക്കുലം പഠിച്ച് സിസ്റ്റം കറപ്റ്റഡ് ആണ്, സിസ്റ്റം റോട്ടനാണ്. കറപ്റ്റഡ് മാത്രമല്ല, റോട്ടനാണ്. അധ്യാപക നിയമനങ്ങളുടെ മാനദണ്ഡങ്ങൾ PSC പരീക്ഷയുടെ മാനദണ്ഡങ്ങൾ തന്നെ വെറും ഒരു റോട്ട് ലേണിങ്ങിൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടല്ല അധ്യാപകരെ തിരഞ്ഞെടുക്കേണ്ടത്. ആപ്റ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആപ്റ്റിറ്റ്യൂഡുള്ള ആളെന്നെ ആണോ എന്നുള്ളത് അറിയണം. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് അതിൽ മാർക്ക് വാങ്ങിയവരെ അല്ല. അപ്പോൾ അത് ആപ്റ്റിറ്റ്യൂഡും മെത്തഡോളജിയും
50 ആയിരിക്കണം. മറ്റത് മറ്റേ എഴുത്ത് പരീക്ഷ അത്ര അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം. ഇതൊരു PSC പിന്നെ 30 മാർക്കിന് ഇൻ്റർവ്യൂവിലാണെങ്കിൽ പൊളിറ്റിക്കൽ സ്വാധീനം കുറേ ആൾക്കാർക്ക് ഉണ്ടാവും. അത് അതിൽ കുറേ കയറിക്കൂടും, കുറേ റിസർവേഷൻ കയറിക്കൂടും. അപ്പോൾ അധ്യാപകരെ നിയമിപ്പിക്കുക, വിദ്യാഭ്യാസം അധ്യാപക നിയമനവും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സഗൗരവം കാണേണ്ട കാര്യമാണ്. ഒരു സമൂഹത്തെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. അതിൻ്റേതായ അർത്ഥത്തിൽ ഇതുവരെ ഒരു മാറി വന്ന ഭരണകൂടങ്ങളും എടുത്തില്ല. വോട്ട് രാഷ്ട്രീയമാണ്. വോട്ട് നഷ്ടപ്പെട്ടല്ലോ എന്ന് വെച്ച് ന്യൂനപക്ഷ പീഡനം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പീഡനം നടത്തി ഇതുവരെ എത്തി. ഇന്ന് കുഞ്ഞുങ്ങൾ തെരുവിലിറങ്ങേണ്ട ഗതികേട് വന്നു. 10-20 കുഞ്ഞുങ്ങളുടെ ജീവൻ പോകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇനിയും അതും ഉണ്ടായിക്കൂടാ. കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ എതിരായി തുടങ്ങി. രക്ഷിതാക്കൾക്ക് തന്നെ അത്രയ്ക്ക് സമ്മർദ്ദമാണ് രക്ഷിതാക്കൾക്ക്. പാരൻറ്റിങ് മര്യാദയ്ക്ക് അറിയില്ല. കാരണം ഈ അധ്യാപകർ കുട്ടികളോട് പറയും 10ാം ക്ലാസ് അല്ലേ, A+ അല്ലേ, അത് വേണം. A+ മാത്രമാണ് അധ്യാപകരുടെ ലക്ഷ്യം. അവരുടെ ക്യാരക്ടർ മോൾഡിങ് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടുന്നതല്ല. അവരുടെ സ്വഭാവ രൂപീകരണം അതേപോലെ തന്നെ അവരുടെ മറ്റ് സിദ്ധികൾ, അവരുടെ ലാറ്റൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽസ്, അതായത് അവരിലെ അന്തർലീനമായിട്ട് കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്നുമല്ല. അവർക്ക് ആകെ കൂടിയുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 10A+ ആണ്. ഇനി ആണെങ്കിൽ തന്നെ അവർക്ക് കുട്ടികളുടെ ലേറ്റൻ്റ് പൊട്ടൻഷ്യൽ, അന്തർലീനമായ കഴിവുകളെ പരിപോഷിപ്പിക്കുകയല്ല. സ്കൂളിന് എത്ര സമ്മാനം കിട്ടും, സ്കൂളിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സമ്മാനം കിട്ടിയാലേ കഴിയുള്ളൂ. അപ്പോൾ എത്ര സമ്മാനം കിട്ടിയാലും സ്കൂളിൻ്റെ പേര് കൂട്ടാൻ പറ്റുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യം മാത്രമല്ലോ. കുഞ്ഞുങ്ങളുടെ മനസ്സ് അവിടെ വിഷയമല്ല. അപ്പോൾ അത്തരം റോട്ടൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, അജീർണിച്ച വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണം, തച്ചുടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം തച്ചുടയ്ക്കേണ്ട, അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും തച്ചുടയ്ക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിദേശ ഫണ്ട് സ്വീകരിച്ച് സമരം നടത്തുന്നു, അല്ലെങ്കിൽ വിരുദ്ധരുമായി രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ഒന്നും ചെയ്യുന്നത് ഒരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതുമാണ്. പക്ഷേ പ്രതിഷേധത്തെ മുഴുവൻ ഒരു രാജവിരുദ്ധത അല്ലെങ്കിൽ രാജദ്രോഹമാക്കി കാണുന്നത് ശരിയല്ല. നന്ദി, നമസ്കാരം.